നമ്മൾ ഈ സർക്കാർ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുതൽ ഏതാണ്ട് ഇതിനുള്ള ഒരു നീക്കം ആരംഭിക്കുകയും നിങ്ങൾ പറഞ്ഞ 22 അവസാനം നടന്നത് 3 മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ വ്യവസായ ഇലക്ട്രിസിറ്റി മന്ത്രിമാർ കൂടി ചേർന്നുള്ളൊരു മീറ്റിംഗാണ് ഈ 2022 ഡിസംബറിൽ നടക്കുന്നത്. അതിനും വളരെ മുമ്പ് തന്നെ ഇവർ വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ കാണുന്ന നടപടികൾ നേരത്തെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇങ്ങനൊരു പദ്ധതി ചർച്ച ചെയ്യാനായി വ്യവസായ വകുപ്പ് മന്ത്രി അവിടെ വരേണ്ട കാര്യമില്ല. ഒരു വ്യവസായ സ്ഥാപനം അതിൽ ഇൻവോൾവ് ആണെന്നുള്ളത് ശരിയാണ്. അപ്പോൾ തന്നെ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 2021 ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തന്നെ കാര്യമായ ഒരു ചർച്ചയും ഇല്ലാതെ നമ്മൾ കണ്ടത് വൈദ്യുതി വകുപ്പ് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ഒരു ഘടകകക്ഷിക്ക് നൽകുന്നതാണ്. ഇത് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉൾപ്പെടെ ചർച്ച ചെയ്തെടുത്ത ഒരു തീരുമാനമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിൻ്റെ ബാക്കിയാണ് ഒരു ആക്ഷേപമുണ്ട്. അത് വളരെ സുപ്രധാനമായ ഒരു വകുപ്പാണ് ഇത് കൈമാറിയത്. നിങ്ങൾക്ക് വിദ്യാഭ്യാസ വകുപ്പ് VS ഗവൺമെൻറ്റിൻ്റെ സമയത്ത് ഘടകകക്ഷികളിൽ നിന്ന് ഏറ്റെടുക്കുകയും അതിനു മുമ്പുള്ള CPM ഇവിടുത്തെ പഠന കോൺഗ്രസിൽ നടന്ന ചർച്ചകളുമൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇത്തരം സുപ്രധാനമായ വകുപ്പുകൾ അങ്ങനെ ഘടകകക്ഷിക്ക് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ആശയത്തിൽ നിന്ന് വിദ്യുച്ഛക്തി വകുപ്പ് പോലെ വളരെ പ്രധാനപ്പെട്ട ട്രേഡ് യൂണിയനുകൾക്ക് വളരെ വലിയ സേ ഉണ്ടായിരുന്ന CPM-ന്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്ന നമ്മൾ ബാലാനന്ദൻ, MM ലോറൻസ് ഒക്കെ നമുക്കറിയാം. അപ്പോൾ ഇത് ഒരു ഘടകകക്ഷിക്ക് കൊടുക്കുന്നതിൽ തന്നെ ഇത്തരം ചില കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച എന്നോളമാണ് നമ്മൾ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടന്ന സമരത്തെ കാണേണ്ടത്. ആ സമരം എങ്ങനെയാണ് നേരിടപ്പെട്ടതെന്നും ഈ നേതാക്കന്മാരെങ്ങനെയാണ് തെരുവിൽ അപഹസിക്കപ്പെട്ടതെന്നും ഒക്കെ ഉള്ളത് ഇതിൻ്റെ ബാക്കി പത്രമായി സംഭവിച്ചതും കൂടിയാണ്.